ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 13 ജൂലൈ 2026. ഇന്ന് 565 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്ന് ധ്യാനവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി? ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി? മാതാപിതാക്കൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ, ആ ക്രിസ്ത്യാനിയായ മാതാപിതാക്കൾ നമ്മെ മാമോദീസ മുക്കി എടുക്കുന്നത് കൊണ്ടോ, മൂറോൻ കുദാശകളിലൂടെയോ, ആദ്യ കുർബാനയിലൂടെ നാം ക്രിസ്ത്യാനിയാകുമോ? ഒരിക്കലുമില്ല. നമ്മൾ ക്രിസ്ത്യാനി ആകണം എന്നുണ്ടെങ്കിൽ, യഥാർത്ഥ ദൈവത്തിൻ്റെ പൈതലാകണമെന്ന് ഉണ്ട് എങ്കിൽ, നാം വീട്ടിൽ അതിനുള്ള ഒരു സാഹചര്യത്തോടുകൂടി വളർന്ന കുട്ടിക്ക് മാത്രമേ അങ്ങനെ ഒരു പൂർണ്ണ വിശ്വാസിയായിട്ട് മുമ്പോട്ട് വളർന്നു വരുവാൻ സാധിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ മാതാപിതാക്കൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാകേണ്ടതുണ്ട്. അത് എങ്ങനെ തയ്യാറാകണം എന്ന് ചോദിച്ചാൽ, ആദ്യമായി അവർക്ക് മനസ്സിലാക്കേണ്ടത്, എൻ്റെ കുഞ്ഞിനെ ഞാൻ നല്ല രീതിയിൽ വളർത്തിയില്ല എങ്കിൽ അവൻ മുമ്പോട്ട് മാറിക്കഴിയുമ്പോൾ അവൻ എൻ്റെ പിടിയിൽ നിൽക്കില്ല എന്ന് മാത്രമല്ല, അവൻ ദൈവത്തെ അറിയാത്ത ഒരു തലമുറയോടൊപ്പം ചെന്നുചേരും എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആയതിനാൽ നാം ആദ്യമേ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഒരു കുഞ്ഞ് വിശ്വാസത്തോടുകൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ, വളരണം എന്നുണ്ടെങ്കിൽ, അവളുമായി ആദ്യം ദേവാലയത്തിൽ പോയി ആരാധനയിൽ വിശ്വാസത്തോടുകൂടി സംബന്ധിക്കുകയും പ്രാർത്ഥനാ യോഗങ്ങൾ അറ്റൻഡ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരെ സൺഡേ സ്കൂളിലേക്ക് പറഞ്ഞേച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ആ ഇമ്പോർട്ടൻസിൽ ഒന്നാമത്തേതാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നുള്ളത്. രണ്ടാമത്തേത്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്ന് പറയുന്നു. ആ കാര്യം ആ കുട്ടിക്ക് മനസ്സിലാകുന്നുവെങ്കിൽ, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് മനസ്സിലാകുന്ന ഒരു കുട്ടി ഒരിക്കലും അതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് വീട്ടിൽ അറ്റ്ലീസ്റ്റ് 2 നേരമെങ്കിലും പ്രാർത്ഥിക്കുന്ന ഭവനമായിരിക്കണം, ഭക്തിഗാനങ്ങൾ ആലപിക്കുന്ന ഭവനമായിരിക്കണം എന്ന് മാത്രമല്ല, ആ കുഞ്ഞുങ്ങൾക്ക് വേദപാരായണം വായിച്ച് മാതാപിതാക്കൾ കൊടുക്കുകയും ആ വേദഭാഗങ്ങൾ അവരെ പറഞ്ഞ് ഉദ്ബോധിപ്പിക്കുകയും വേണം. അതിന് ഒന്നാമതായിട്ട് നാം കാണേണ്ടത് ആവർത്തന പുസ്തകം 6:5 നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞിട്ട്, മോശ ഇസ്രായേൽ ജനങ്ങളെ പറഞ്ഞ് ഉദ്ബോധിപ്പിക്കുന്ന വേദഭാഗം ആണ് ഇത്. സമവീക്ഷണ സുവിശേഷത്തിലേക്ക് നാം പോകുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള സംഭാഷണത്തിൽ നമുക്ക് ആ 3 സുവിശേഷത്തിലും കാണാൻ പറ്റുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 22:37 നോക്കുമ്പോൾ അതിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആണ്. അതുപോലെ തന്നെ നാം സമവേഷണ സുവിശേഷമായ മർക്കോസ് എവൻഗലിയോസ്തായുടെ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോൾ 12:30 പ്രകാരം പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആകുന്നു എന്നതാണ്. മൂന്നാമത്തെ സമവേഷണ സുവിശേഷമായ ലൂക്കോസ് എവൻഗലിയോസ്തായുടെ സുവിശേഷം നോക്കുമ്പോൾ അതിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. ഇതൊക്കെയും പറഞ്ഞിരിക്കുന്നതിൻ്റെ യഥാർത്ഥ സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് എവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്നാൽ നാം ആ സങ്കീർത്തനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൽ മനസ്സിലാകുന്നത് 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിച്ചു പോയതുമില്ല. നമ്മളുടെ കുഞ്ഞുങ്ങളെ
അവങ്കിലേക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ട് നാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? അവർക്ക് നാം ഒരു മാതൃകയായി തീരുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. ഇന്ന് ഒരു വീട്ടിലും നമുക്ക് പ്രാർത്ഥന ഒരു പ്രത്യേക സമയത്ത് നടത്തുന്നതായി കാണുന്നില്ല. അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് ഒരു സമയബന്ധിതമായ രീതിയിൽ നാം മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ രാവിലെ അത് 6 മണിക്കും വൈകിട്ട് അത് 6 മണിക്കും പ്രാർത്ഥിക്കത്തക്ക രീതിയിൽ നാം വീട്ടിലെ ക്രമീകരണങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതിന് ദൈവം നമ്മൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും തരും. അപ്പോൾ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനി ആകും. നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനി ആകണമെന്നുണ്ടെങ്കിൽ, ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുക തന്നെ വേണം. ദൈവത്തിൽ ആശ്രയിക്കാത്ത ഒരു വ്യക്തിക്കും യഥാർത്ഥ ക്രിസ്ത്യാനി ആകുവാൻ സാധിക്കത്തില്ല. അപ്പോഴാണ് ഈ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്കുരിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് നമ്മൾ ക്രിസ്ത്യാനിയുടെ മകനായി മകളായി ജനിച്ചുവെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയായി എന്ന്. മാമോദിസ മുങ്ങി മൊറോൻ അഭിഷേകത്തിലൂടെ ആദ്യ കുർബാനയിലൂടെ നാം ക്രിസ്ത്യാനിയായി എന്ന്. എന്നാൽ ആ പരിശുദ്ധാത്മവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആ പരിശുദ്ധാത്മാവിൻ്റെ നമ്മൾ കാര്യസ്ഥനായി കണ്ടുകൊണ്ട് അവൻ നമ്മളെ ഏത് രീതിയിൽ ഗൈഡ് ചെയ്യുന്നുവോ ആ ഗൈഡൻസിലൂടെ മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ, ആ കർസായെ പുറകോട്ട് ഓടിക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അപ്പോൾ നമുക്ക് പറയുവാൻ സാധിക്കും, ഞാനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന്. ആ ക്രിസ്ത്യാനിയായി നാം നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു ഉപമയുണ്ട്. 100 ആടുണ്ടായിരുന്ന ഒരു ആട്ടിടേൻ്റെ ഒരു ആട്ടിൻകുട്ടിയെ കാണാതെ പോയി കഴിഞ്ഞാൽ അവൻ ആ 99നെയും വിട്ടിട്ട് ആ ഒന്നിനെ അന്വേഷിച്ച് പോകുമെന്ന്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ വളരെ സന്തോഷമായിരിക്കും. അതുപോലെയാണ് സ്വർഗരാജ്യത്തിൽ ഒരു പാപി തിരിച്ചു മനസാന്തരപ്പെട്ട് അവൻ ദൈവത്തോട് അടുത്ത് ചെന്ന് കഴിയുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. എന്ന് മാത്രമല്ല, ആ പാപിയായവന് വലിയ ഒരു സ്ഥാനം സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് കൊടുക്കും. അതുകൊണ്ട് ഇന്നേ വരെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇനി നമുക്ക് എങ്ങനെ ജീവിക്കണമെന്നുള്ളൊരു തീരുമാനമെടുത്തുകൊണ്ട് വിശുദ്ധ ദേവാലയത്തിലേക്ക് ചെന്ന് അവിടെ വെച്ച് സ്വയം ഒരു സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വീട്ടിൽ വന്ന് അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു 3 അധ്യായം വേദപുസ്തകവും വായിക്കുന്നുവെങ്കിൽ, അത് ശരിയായ രീതിയിൽ ഗ്രഹിക്കുന്നുവെങ്കിൽ, അറ്റ്ലീസ്റ്റ് 2 ഭക്തിഗാനങ്ങൾ എങ്കിലും ഹൃദയത്തിൽ തട്ടിച്ച് പാടുന്നുവെങ്കിൽ, കുഞ്ഞുങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ആ പ്രാർത്ഥന കേട്ട് മക്കൾ നല്ല ഒരു രീതിയിലെത്തും. എല്ലാവരോടും കൂടി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നുവെങ്കിൽ, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും, അതായത് കുട്ടികളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ കൃത്യമായിട്ട് അറിയുന്നുവെങ്കിൽ, അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുവെങ്കിൽ, അവരുടെ നല്ലൊരു കൂട്ടുകാരായി മാറുന്നുവെങ്കിൽ, നമുക്ക് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ഈ ലോകത്തിൽ ബാക്കിയുള്ള ജീവിതം ജീവിക്കുവാൻ സാധിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.